ഹായ് എവരി വൺ വെൽക്കം ടു അവർ ചാനൽ SAP FICO ഫോർ മല്ലൂസ്. നമുക്ക് ഈ ചാനലിലൂടെ SAP FICOയുടെ ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇത് മൾട്ടിപ്പിൾ സെക്ഷനായിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് SAP എന്നാൽ എന്ത്, SAPയുടെ ലാൻഡ്സ്കേപ്പ് എന്താണ്, SAPയുടെ മേജർ മൊഡ്യൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് SAP എന്നാൽ എന്തെന്ന് പഠിക്കാം. SAPയുടെ ഫുൾ ഫോം എന്നത് സിസ്റ്റം ആപ്ലിക്കേഷൻ പ്രൊഡക്റ്റ് എന്നതാണ്. SAP ലോകത്തിലെ ലാർജസ്റ്റ് ERP സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഇതൊരു ജർമ്മൻ ബേസ്ഡ് മൾട്ടിനാഷണൽ സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ഇത് സ്ഥാപിതമായത് 1972 ബിസിനസ്സിൻ്റെ മേജർ ഫങ്ഷൻസ് ആയ ഫിനാൻസ്, ലോജിസ്റ്റിക്, ഹ്യൂമൻ റിസോഴ്സ് എന്നിവ മാനേജ് ചെയ്യാൻ നമ്മളെ SAP സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് SAP വേർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ECC 5.0. ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് 2004 നെക്സ്റ്റ് വൺ ECC 6.0. ഇത് റിലീസ് ചെയ്തത് 2006 അടുത്തതായിട്ടുള്ളതാണ് ലേറ്റസ്റ്റ് വേർഷൻ SAP S/4HANA. ഇത് റിലീസ് ചെയ്തത് 2015 പ്രസൻറ്റിൽ ഉപയോഗിക്കുന്നത് SAP S/4HANA. മെജോറിറ്റി ഓഫ് ദി കമ്പനീസും SAP S/4HANA ഉപയോഗിക്കുന്നത്. നമുക്ക് ഗ്ലോബലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 80% കമ്പനികൾ ഉപയോഗിക്കുന്നത് SAP ആണ്. അപ്പം ഞാനിവിടെ എക്സാമ്പിളായിട്ട് MNCസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. SAP ഉപയോഗിക്കുന്ന MNCs ഏതൊക്കെയാണെന്നുള്ളത്. അതായത് നെസ്ലെ, ഇന്ത്യൻ ഓയിൽ, ടാറ്റ ഗ്രൂപ്പ്, ഇൻഫോസിസ്, വിപ്രോ, ലുലു ഗ്രൂപ്പ് ഇവയെല്ലാം ഉപയോഗിക്കുന്നത് SAP ആണ്. അടുത്തായിട്ട് നമുക്ക് SAP ലാൻഡ്സ്കേപ്പ് എന്നാൽ എന്തെന്ന് നോക്കാം. ഒരു ഓർഗനൈസേഷൻ്റെ SAP ആപ്ലിക്കേഷൻസ് ടെസ്റ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും റൺ ചെയ്യാനും ഉപയോഗിക്കുന്ന SAP സിസ്റ്റത്തിൻ്റെ ഘടനയെ പറഞ്ഞ പേരാണ് SAP ലാൻഡ്സ്കേപ്പ് എന്നത്. അതിന് നമുക്ക് SAP ലാൻഡ്സ്കേപ്പിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഡെവലപ്മെൻറ്റ് സിസ്റ്റം, ക്വാളിറ്റി അല്ലെങ്കിൽ ടെസ്റ്റ് സിസ്റ്റം, പ്രൊഡക്ഷൻ സിസ്റ്റം. ഡെവലപ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SAP കൺസൾട്ടന്റ്മാരും ഡെവലപ്പേഴ്സും അത് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാം എൻഹാൻസ്മെൻറ്റ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് സിസ്റ്റത്തിലായിരിക്കും. അതിനുശേഷം അത് ടെസ്റ്റിംഗ് സിസ്റ്റത്തിലോട്ട് മൂവ് ചെയ്യുന്നു. ടെസ്റ്റിംഗ് സിസ്റ്റത്തിൽ വെച്ചിട്ട് നമ്മൾ തർലി ടെസ്റ്റ് ചെയ്ത് എറർ ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തും. അതിനുശേഷമായിരിക്കും പ്രൊഡക്ഷൻ സിസ്റ്റത്തിലോട്ട് മൂവ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ സിസ്റ്റം എന്നത് ലൈവ് സിസ്റ്റം ആയിരിക്കും. എൻഡ് യൂസേഴ്സും അക്കൗണ്ടന്റ്മാരൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ പ്രൊഡക്ഷൻ സിസ്റ്റത്തിലായിരിക്കും. അടുത്തായിട്ട് നമുക്ക് SAPയുടെ മേജർ മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട മൊഡ്യൂൾസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതുകൂടാതെ അനേകം മൊഡ്യൂൾസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, സെക്കൻഡ് വൺ കൺട്രോളിങ്, തേർഡ് വൺ മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, ഫോർത്ത് വൺ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഫിഫ്ത്ത് വൺ HCM ഓർ HR ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, സിക്സ്ത് വൺ വെയർഹൗസ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അത് നമുക്ക് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കൊമേഴ്സ് പഠിച്ച എല്ലാവർക്കും അറിയാമായിരിക്കും എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നത്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതായത് ബാലൻസ് ഷീറ്റ്, P&L റിപ്പോർട്ട് അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന മൊഡ്യൂള്. അടുത്തായിട്ട് കൺട്രോളിങ്, ഇൻറ്റേർണൽ റിപ്പോർട്ട് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും കൺട്രോളിങ് എന്ന് പറയുന്ന മൊഡ്യൂള്. അടുത്തായിട്ട് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യുന്നത് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളായിരിക്കും. നെക്സ്റ്റ് വൺ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യുന്ന മൊഡ്യൂളായിരിക്കും സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് വൺ HCM ഓർ HR മൊഡ്യൂള്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന് എംപ്ലോയീസിൻ്റെ റെക്കോർഡ്സും പേറോളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് HR മൊഡ്യൂൾസ് ആയിരിക്കും. ലാസ്റ്റ് വൺ വെയർഹൗസ് മാനേജ്മെൻറ്റ്. വെയർഹൗസ് ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യുന്നത് വെയർഹൗസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ മൊഡ്യൂളിലായിരിക്കും. ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഫങ്ഷണൽ മൊഡ്യൂൾസാണ്. ഇത് കൂടാതെ നമുക്ക് പ്രധാനപ്പെട്ട 2 ടെക്നിക്കൽ മൊഡ്യൂളുകളുണ്ട്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ SAP ABAPും SAP ബേസിസും. SAP ABAPിലെ ABAP എന്നത് നമ്മുടെ SAPയുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഈ SAPയിലെ ABAP ഡെവലപ്പേഴ്സാണ് നമുക്ക് വേണ്ട പ്രോഗ്രാംസ്, റിപ്പോർട്ട്, എൻഹാൻസ്മെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തായിട്ടുള്ളതാണ് SAP ബേസിസ്. SAP ബേസിസ് എന്നത് നമ്മുടെ SAPയുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെയറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവരുടെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പെർഫോമൻസ് ടെസ്റ്റ്, ബാക്കപ്പ്, യൂസർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ബേസിസ് ടീമായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പുതിയൊരു യൂസർ വന്നു, അല്ലെങ്കിൽ SAPയുടെ നമ്മുടെ പാസ്വേഡ് ലോക്കായിപ്പോയി. ഇതിനൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത് SAP ബേസിസ് ടീമിനെ ആയിരിക്കും. ഒരു എൻഡ് യൂസറിനെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആരെയാണ് SAPയിലെ ഏത് ടീമിനെയാണ് കോൺടാക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം.
അപ്പോൾ യൂസർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത് SAP ബേസിസ് ടീമിനെ ആയിരിക്കും. അതുപോലെ തന്നെ FI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത് SAP FI ടീമിനെ ആയിരിക്കും. അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് വന്നതെങ്കിൽ നമ്മൾ പർച്ചേസ് റിലേറ്റഡ് ഉള്ള ഒരു ഇഷ്യൂ വന്നതെങ്കിൽ നമ്മൾ SAP ടീമിനെ ആയിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. അതുപോലെ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ SAP SD ടീമിനെ ആയിരിക്കും നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. നമുക്കപ്പം നമ്മുടെ ഈ ഫസ്റ്റ് വീഡിയോ നമുക്കിവിടെ അപ്പം വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഏതൊക്കെ മൊഡ്യൂൾസ് ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളതും അതുകൂടാതെ SAP ഫിഗോയുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാം എന്ന് നമുക്ക് അടുത്ത മൊഡ്യൂളിൽ പഠിക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക, ഞാൻ അതിന് റിപ്ലൈ തരാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.